കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ കുറെ പ്രോബ്ലംസ് ആളാണ് ഉണ്ടാക്കിയത്. ഞാൻ അപ്പോ എന്റെ ഈ കാൽക്കുലേഷൻ എല്ലാം താളത്തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതായത് ഫാമിലി തന്നെ ഡിസ്പ്യൂട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സിലു ടോക്സിന്റെ വിഷയം കുറച്ചുകൂടെ ഗ്രാവിറ്റിയിലോട്ട് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മറ്റൊന്നല്ല, ഷെഫിന ബീബിയുടെ ചാനലിനകത്തൂടെ ഗഫൂർക്ക തന്റെ സ്വന്തം വീട്ടിൽ അക്രമം ഉണ്ടാക്കുന്നത്, അതായത് കുട്ടികളുടെ മുന്നിൽ വെച്ച് കസേരയൊക്കെ ചവിട്ടി പൊട്ടിക്കുന്ന ആ ഒരു സീൻ്റെയൊക്കെ ഒരു CCTV വിഷ്വൽസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അവർ തന്നെ വീട്ടിലുള്ള CCTV വിഷ്വൽസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷയം മറ്റൊരു ഗ്രാവിറ്റിയിലോട്ട് പോകുന്നു പറയുമ്പോൾ, സ്വന്തം വീട്ടിലെ കുടുംബ പ്രശ്നങ്ങൾ പബ്ലിക്കാക്കി കണ്ടന്റ് ആക്കി സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുമ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ കോടതിയിൽ അത് വിചാരണ ചെയ്യപ്പെടുമല്ലോ. അപ്പം ഇവിടെ കുറച്ചുകൂടെ ഗ്രാവിറ്റിയിൽ തന്നെ വിചാരണ ചെയ്യപ്പെടുകയാണ്. ഇവിടെ വിചാരണ ചെയ്യുന്നത് ഈ ഒരു വീഡിയോക്കകത്തോടെ സംസാരിച്ചുകൊണ്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലൂടെ ഞാനും ഒപ്പം നിങ്ങളുടെ പെർസ്പെക്റ്റീവ് കമന്റ് ബോക്സിലൂടെ പറഞ്ഞുകൊണ്ട് നിങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ വിചാരണ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പരിപാടി ഇങ്ങനെ തന്നെയാണ്. കാര്യം അവർ ഓൾറെഡി കണ്ടന്റ് ആക്കി പബ്ലിക്കിൽ കൊണ്ടിടുമ്പോൾ അത് അതിൻ്റെ ഒരു പരിപാടി അങ്ങനെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇനി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കുടുംബ പ്രശ്നം വന്ന് കൊണ്ടിട്ടിട്ട് കണ്ടന്റ് ആക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കി, ഇത് അത്ര സുഖമുള്ളൊരു പരിപാടിയല്ല. നമുക്കല്ല, നിങ്ങൾക്ക്. ഓക്കെ, ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പല എക്സാമ്പിൾസ് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പല കോൺസിക്വൻസസ് ഉണ്ട്, പലർക്കും അറിയാമെന്നുള്ളത് വിചാരിക്കുന്നു. ഞാൻ എടുത്തൊന്നും വീണ്ടും പറയുന്നില്ല. നമുക്ക് ഇതിനകത്ത് വലിയ പ്രശ്നമില്ല. നമുക്കെന്താണ്, നമുക്ക് കണ്ടന്റ് മാത്രമാണ്, അരി വാങ്ങാനുള്ളൊരു പരിപാടി മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്താണെങ്കിലും ഗഫൂർക്ക ആ ഒരു വീട്ടിൽ അക്രമം ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിവിടെ സൈഡിലോട്ട് വെക്കാം. ആ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ കസേരയൊക്കെ ചവിട്ടി പൊട്ടിച്ചുകൊണ്ട് ഈ സീന് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, പലപ്പോഴായിട്ട് സിലു ടോക്സ് സൽഹ പുള്ളിക്കാരി കമന്റ് ബോക്സിലൂടെയൊക്കെ പല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഈ നാസിസ്റ്റ് എന്നും ഒക്കെ വന്നേക്കുന്നതും പുള്ളിയുടെ ഭാഗത്തുള്ള കുറേ തെറ്റുകളുടെ കുറേ സാധനമൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ കമന്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഇവർ പല വിഷയങ്ങളും കണ്ടന്റായിട്ട് മാറുന്നു, അങ്ങനത്തെ കണ്ടന്റുകൾ ആക്കിയിട്ടുണ്ടെന്ന് പബ്ലിക്കിൽ പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടി പലത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വെക്കുകയും ചെയ്തത്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് പലതും തുറന്നു പറയണമെന്നുണ്ട്, എന്നാലൊന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ആയിട്ടാണ് എനിക്കിപ്പം ഈ ഒരു വിഷ്വൽസ് കണ്ടപ്പോൾ തോന്നിയേക്കുന്നത്. ഓക്കെ, എന്താണെങ്കിൽ ഇതിന് ശേഷം ഗഫൂർക്ക ഒരു വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് രാത്രി 2:30-ക്കാണ് കേട്ടോ. അതുകൂടെ നിങ്ങൾ ആലോചിക്കണം, പുള്ളി ഇതുവരെ ആ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഗഫൂർക്ക മാസ് മറുപടിയായി റിയാക്ഷൻകാരോട് നിങ്ങൾക്കുള്ള മറുപടിയുമായി, അതായത് ഗഫൂർക്ക മാസ് മറുപടിയായിട്ട് വരുന്നതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ പറഞ്ഞേക്കുന്നത്. ഗഫൂർക്ക മാസാണ് ഗൈസ്. അപ്പം ഈ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന വീഡിയോക്കകത്ത് നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ഈ കുട്ടിയുടെ ഈ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ഇത്തരത്തിൽ കസരയൊക്കെ ചവിട്ടി പിടിച്ച് ഇങ്ങനെ ഒരു സീന് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നിങ്ങൾ മറ്റേ നാടകം കളിച്ചാണ് വീഡിയോ കണ്ടന്റായിട്ട് റീൽ എന്തോ ഷൂട്ട് ചെയ്താന്നുള്ള കള്ളമൊന്നും വന്ന് പറഞ്ഞേക്കില്ല. എന്ത് റീസൺ ഇവിടെ നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം കാണിച്ചിരിക്കുന്നത് അവർക്ക് ട്രോമയാണ്. എത്ര കുട്ടികൾ ഇതുപോലെ ഇത്തരത്തിൽ അവരുടെ കുഞ്ഞുനാൾ ഇതുപോലെ വീട്ടിൽ അച്ഛനും അമ്മയും അടിയും വഴക്കുണ്ടാക്കിയിട്ട് ഈ ട്രോമ അവർക്ക് അടിച്ചിട്ട് മനസ്സിൽ നിന്ന് മായാതെ വേദനകളായിട്ട് കിടക്കുന്ന എത്ര കുട്ടികളുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ എൻ്റെ ചുറ്റുപാടും പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരച്ഛനും അമ്മയും ഡിവോഴ്സായി മാറുമ്പോൾ അവിടെ അനാഥരായി പോകുന്നത്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്നത് അവിടെ കുട്ടികൾ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു അച്ഛനും അമ്മയും ജീവനോടെ ഉള്ളപ്പോൾ തന്നെ അതില്ലാത്തവരെ പോലെ ജീവിക്കേണ്ടി വരുന്ന കുട്ടികളുടെ ഒരു അവസ്ഥ. ഇപ്പം ഇവർ ഡിവോഴ്സായി, ഇപ്പം ആ ഒരു അച്ഛൻ്റെ കുറവുകൂടെ നികത്തിയിട്ട് തന്നെയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും സൽഹ പുള്ളിക്കാരി ആ കുട്ടികളെ നോക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. 5 മക്കളെ ഒറ്റയ്ക്ക് നോക്കുക എന്ന് പറയുന്നത് ഹ്യൂജ് റെസ്പെക്റ്റ് ആണ്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പുള്ളിക്കാരി നല്ല സ്ട്രഗിൾ ചെയ്തിട്ട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് കേട്ടോ നിങ്ങളുടെ അടുത്ത്. അതിലൊരു ഇതും പറയാനില്ല, ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ബട്ട് നിങ്ങൾ ആ കണ്ടന്റ് ആക്കിയേക്കുന്ന വിഷയങ്ങളുള്ള കാര്യത്തിൽ നമ്മുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ അതിലോട്ട് പോകുന്നില്ല. എന്നാണെങ്കിൽ ഇവിടെ ചർച്ചയാക്കപ്പെട്ടേക്കുന്ന വിഷയമാണല്ലോ, അപ്പോൾ ഇതിനെപ്പറ്റിയിട്ട് പറഞ്ഞാൽ മതിയല്ലോ. ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ ഭയങ്കര കിടിലമാണ് ആ ഒരു കാര്യത്തിൽ. ഇനി പുള്ളിയുടെ കാര്യം പറയുമ്പോൾ, നിങ്ങൾ അവിടെ ഉള്ളപ്പോൾ പോലും, കുട്ടികളുടെ ഒപ്പം ഉള്ളപ്പോൾ പോലും, പ്രത്യേകിച്ച് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാണെന്നേ പറയാനുള്ളൂ. ഓക്കെ, ഇനി ഒരു വിഷയത്തിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ വെറൈറ്റി മീഡിയയിൽ മസ്താന എടുത്തേക്കുന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഇനി അത് നിങ്ങൾ കേൾക്കുമ്പോൾ സിലു ടോക്സ് പുള്ളിക്കാരി കമന്റ് ബോക്സിലൂടെ ഒക്കെ പറഞ്ഞേക്കുന്ന പല സാധനങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റിയൽ വീസസ് റിയാലിറ്റി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, കൃത്യമായിട്ട് കാണാൻ പറ്റും. അന്നത്തെ ആ ഒരു ഇന്റർവ്യൂവിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. നമ്മുടെ ഹാപ്പിനെസ്സിന് വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ഫുള്ളി ഡിപ്പെൻഡന്റ് ആവും. നമ്മുടെ ഹാപ്പിനെസ്
നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് എക്സ്പെക്ടേഷൻസ് വെക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അമ്മനെക്കാട്ടിയും ലൈക്ക് ആദ്യം ഞാനായിരുന്നു ബോൾഡ്. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ നല്ല നല്ല ലെസൺസ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണ്ടേ? ഇവിടെ ഈ കാര്യം ചോദിക്കുമ്പോൾ ഇതിന്റെ മറുപടി പറയുന്ന ആ കുട്ടിയാണ് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കുട്ടിക്ക് പോലും അത്രയും ക്ലാരിറ്റിയിൽ ആ ഒരു കാര്യം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ വിസിബിൾ ആണ്. അവർക്കിടയിൽ പുള്ളി ഈ പറയുന്ന അടിയും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരിതെല്ലാം കണ്ടിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. അവർക്കതിനകത്ത് മറ്റൊന്നും ചിന്തിക്കേണ്ടതായിട്ട് വരുന്നില്ല അല്ലേ? ഇനി പുള്ളി വന്നിട്ട് എന്ത് എക്സ്പ്ലനേഷൻ ആണ് പറയാൻ പറ്റുന്നത്? എന്തൊക്കെ എക്സ്പ്ലനേഷൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ആ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം കാണിക്കും. അത് അവർക്ക് ട്രോമ ഉണ്ടാക്കൂടെ, അവർക്ക് വിഷമം ഉണ്ടാക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ പിഞ്ച് മനസ്സാണ്, ആ കുഞ്ഞുങ്ങൾക്ക് എന്തോ ഒരു സങ്കടം തോന്നും, അവർ ഹാപ്പി ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതിപ്പം എന്ത് പ്രശ്നമായിക്കോട്ടെ, അച്ഛനും അമ്മയും അടിയും വഴക്ക് ഒക്കെ പലർക്കും എല്ലായ്പ്പോഴും സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് എല്ലാവരും പോകുന്നൊന്നും നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇണക്കം പിണക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഈ പിണക്കങ്ങൾ ഉണ്ടാവുന്നത് കുട്ടികളുടെ മുന്നിൽ കാണിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുന്നത് നല്ലൊരു പേരന്റിങ് ആണ്. ഓക്കെ, അതെന്താണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ റിയൽ വീസസ് റിയാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതിനകത്ത് ഈ സൽഹ പുള്ളിക്കാരി ഒരുപാട് സ്ഥലങ്ങളിൽ ചിരിച്ച് കളിച്ചുകൊണ്ട് ഉള്ളിലെ വേദനകളും യാതനകളും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ സഹിച്ച് ക്ഷമിച്ചുള്ള കുറേ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ച് അങ്ങനെ ഒരു മാസ്ക് ഇട്ട് പുള്ളിക്കാരി നിൽക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് പുള്ളിക്കാരി സഹിച്ചിട്ടുണ്ട്. അപ്പം ആൾക്കാരുടെ മുന്നിൽ ഹൈഡ് ചെയ്യാൻ അങ്ങനെ ഒരു മാസ്ക് ഇട്ട് കുറേ പരമാവധി പുള്ളിക്കാരി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര നാളത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സമയത്ത് എന്താണെങ്കിലും അത് എക്സ്പോസ്ഡ് ആവും. ഇപ്പോൾ അത് എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പുള്ളി മറ്റേ എന്തോ ഗഫൂർക്ക മാസാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾ എന്ത് ക്ലാരിറ്റി പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ അങ്ങനെ ഒരു ആക്ട് ചെയ്ത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു പരിപാടി കാര്യങ്ങളൊന്നും അല്ല. ബാക്കി ഫുൾ ആൻഡ് ഫുള്ളി ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഇവരെ അറിയിക്കില്ല, കാരണം അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അവർക്ക് അവരുടേതായിട്ടുള്ള ജോലിയുടെ കാര്യങ്ങളുണ്ടാവും. അപ്പോ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ഇപ്പൊ പെട്ടെന്ന് പോയി വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങിട്ട് വരും, ഞാനത് ചെയ്യുന്നു, അങ്ങനെ ആയിട്ട് പോകും. പുള്ളിക്ക് ജോലിയൊന്നും ഇല്ല എന്ന് പറയുമ്പോ സീരിയസ് ആയിട്ട് പറയണ കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും പുള്ളിക്കാരിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും അതിനും വേണ്ടിയിട്ടൊക്കെ മാത്രമാണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജോലിയില്ല, എൻ്റെ ഹൗസ് ഹസ്ബൻഡാ? സീരിയസ്ലി? I'm excited for this one. ഫൈനാൻസായിട്ട് ഒരുപാട് പ്രോബ്ലം ഉണ്ടായിരുന്നു. ലോണൊക്കെ ഒരു 40 ലക്ഷത്തിന് ലോൺ ഉണ്ടായിരുന്നു. അതൊക്കെ ഒറ്റടിക്ക് 2 വർഷം കൊണ്ട് ക്ലോസ് ചെയ്തു. 20 വർഷത്തിന്റെ ലോണായിരുന്നു. 2 വർഷം കൊണ്ട് അതൊക്കെ ക്ലോസ് ചെയ്തു. അതിനൊക്കെ അതിന് ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു ക്വാളിറ്റിയാണ്. എപ്പോഴും പറയാറുണ്ട്, ക്യാമറ മുന്നേ പറയില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. പ്രകടിപ്പിക്കണല്ലോ, ആള് മാത്രം വെച്ചിട്ട് കാര്യമില്ല. ഇതിൽ തന്നെ ഉണ്ട് കുറെയൊക്കെ കാര്യങ്ങള്. ഇത് ആദ്യമായിട്ടാണോ പറയാൻ ചോദിക്കാൻ പുള്ളിക്കാരി അത് അതേന്ന് പറയും. അപ്പൊ പറ്റേ സൈഡിൽ നിന്ന് പുള്ളി അല്ലല്ല ഞാനത് പറയാറുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ കുഞ്ഞ് എവിടുന്ന് ആ കുട്ടി പറയുകയാണ് ആ മനസ്സിൽ പറയാറുണ്ട്. എടീ, കുട്ടികൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? അവരുടെ മുന്നിൽ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ലേ. പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കാണ്ടെങ്കിൽ ഞാൻ കൊടുക്കാന്നുണ്ട് പറയും. എന്താന്ന് വെച്ചാല് സാധാരണ എല്ലാരും ഹസ്ബൻഡ് ആണല്ലോ, ഇവരുടെ ഫാമിലിയിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാല് അവരാണല്ലോ ചെയ്യാം. പക്ഷെ ഞാനാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഒരു ചടങ്ങാണല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? നല്ല ബുദ്ധിമുട്ടാണ്. എന്റെ ബ്രേസ്ലെറ്റ് പോയിട്ടുണ്ട് ഒരു കല്യാണത്തിന്, പിന്നെ ഒരു കല്യാണത്തിന് എന്റെ കമ്മല് പോയിട്ടുണ്ട്. ഇതൊക്കെ അല്ല നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നമുക്കുള്ള ബുദ്ധിമുട്ടില് ആൾക്ക് അവിടെ ഒരു വിലയും നിലയും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ആ സമയത്ത് ഒരു ഫിനാൻഷ്യലി നമ്മളൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോ എന്തെങ്കിലും എന്താ ഉള്ളത് നിങ്ങൾ കൊടുത്തിട്ട് ഒരു പണിയില്ലാതെ
എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ അവിടെ നിന്നിട്ട് അയാളുടെ വില എല്ലാവരുടെ മുന്നിൽ കാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കയ്യിലും കഴുത്തിലൊക്കെ കിടന്ന സ്വർണ്ണം ഇതൊക്കെ വിറ്റ് ഇറക്കി അതൊക്കെ ആൾക്കാർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് എന്തോന്നറിയ ഇയാൾ എന്ത് കിഴങ്ങനാ അറിയാവുന്നതൊക്കെ ചോദിക്കുകയാണ് സീരിയസ്ലി. പിന്നെ പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു പുള്ളിക്കാരി മുമ്പൊരു വീഡിയോ സംസാരിച്ചിട്ടുണ്ട്, ഈ സ്ത്രീധനം നമ്മുടെ സ്വർണ്ണമൊക്കെ നമ്മുടേതാണ്, അത് ഭർത്താവിന് അതിനൊന്നും ചെലവാക്കാനുള്ള അല്ല, എൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണെന്നൊക്കെ പുള്ളിക്കാരി നേരത്തെ പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതൊക്കെ നേരത്തെ പുള്ളിക്കാരി ഇന്റർവ്യൂവിൽ ഈ പറയുന്ന ചിരിച്ച് കളിച്ചുകൊണ്ടുള്ള ആ ഒരു മാസ്ക് ഇട്ടുകൊണ്ട് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മരിക്കുന്നവരെയും അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും ആ ഒരു ഏജിൽ കല്യാണം കഴിച്ച് കൊടുക്കരുത് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ടത് എൻജോയ്മെന്റ് വേണ്ടോ, ജീവിക്കേണ്ട ഒരു പ്രായമല്ലേ. വേറെ എവിടെയെങ്കിലും കൊണ്ടുവിട്ട് വേറൊരു അറ്റ്മോസ്ഫിയറിൽ എന്താ പറയാ ഒരു കൂട്ടിൽ നിന്ന് പറിച്ച് വേറെ എവിടെയോ കൊണ്ട് ഒറ്റക്കിട്ട പോലുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഉണ്ടാകുന്നത്. അത് ഭയങ്കര ഹോറിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഞാൻ അടുത്ത് പറയാറുണ്ട് ഇവളെ വളർന്നു വരുമ്പോ ഇവളുടെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു 2-3 years ബിഫോർ വരെ ഞാൻ പറയും ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഈ ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ ഒരു ട്രോമയാണെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഒരു വിഷമം തന്നെയാണ്. അത് നമ്മുടെ പഴയ ഉമ്മാടെ ബ്രദേഴ്സ് എത്ര തന്നെ കഷ്ടമാണെങ്കിലും നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന പോലെ ഒരിക്കലും വേറൊരു വീട്ടിൽ പോയി കഴിയാൻ. സ്വന്തം കല്യാണം പോലും ട്രോമയായിരുന്നു. പിന്നെ 17-ാം വയസ്സിലെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് പലതും പറയണമെന്നുണ്ട്, ബട്ട് ഞാനിവിടെ പറയുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ വീഡിയോ കാണാനെ കൊണ്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചില ആളുകൾക്കെങ്കിലും അവരുടെ വികാരം വ്രണപ്പെടുന്ന രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പോകുമെന്നുള്ള ഇതുകൊണ്ടാണ്. എനിക്ക് അങ്ങനെ ആരെയും സങ്കടപ്പെടുത്താൻ താല്പര്യമില്ല. അതുകൊണ്ട് മാത്രം നമ്മളിവിടെ അതിനെ പറ്റിയിട്ടൊന്നും കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എന്നാണെങ്കിലും 17 വയസ്സല്ല, കുട്ടികൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ആ ഒരു ഫ്രീഡം എല്ലാവർക്കും ഉണ്ടാവണമെന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ബാക്കി കേൾക്കാം. അന്നത്തെ കാലഘട്ടത്തില് അത് ഒരുപാട് പഴയതൊന്നല്ല. 16 വർഷം മുമ്പ് അന്ന് നിയമം കൂടി ഇല്ല അങ്ങനെ. അതെന്റെ കല്യാണം കഴിയണമെന്നായിരുന്നു നിയമം. അതുകൊണ്ടാണ് അല്ല, ആക്ച്വലി എന്റെ ഫാമിലിയിൽ എന്നെ അങ്ങനെ കല്യാണം കഴിച്ച് കൊടുക്കണം എന്നുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പൊതുവെ ചിലവരിങ്ങനെ പറയുള്ളൂ മുസ്ലിം ഫാമിലി അങ്ങനെ ഏതാണെങ്കിലും പെൺകുട്ടികളെ കണ്ടാൽ ചോദിക്കുമല്ലോ. അതുപോലെ ഇവരുടെ ആരോ കണ്ട് വഴിയിൽ നിന്ന് കണ്ട് വേറൊരാൾക്ക് ചോദിച്ചു അവരുടെ ഫാമിലിയിലെ ഇപ്പൊ ഞങ്ങൾ അങ്ങനെ കൊടുക്കൂല. അവർ വീട്ടിൽ തന്നെ വന്ന് ചോദിച്ചു, കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും അവര് ഇവരുടെ അടുത്തേക്കോ പോയിട്ട് ചോദിച്ചു. അപ്പൊ എന്റെ ഉപ്പ തമാശ പോലെ എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ കല്യാണം സംസാരിക്കുന്ന സമയത്ത് തമാശ പോലെ പറഞ്ഞതാണ് വീട്ടിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോ എന്നിട്ട് ആദ്യമ പറഞ്ഞു നമ്മളെ അറിയുന്നവർക്കും നമ്മുടെ കുട്ടീനെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വിലയുണ്ടാവും, ഭയങ്കര വിലയുണ്ടാവും എന്ന് പറഞ്ഞു. ആ വിലയിലാണ് പെട്ടെന്ന് പിന്നെ ഉപ്പാന്ന് പറയുമ്പോ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാല് എടുത്തതാണ്. പിന്നെ നമ്മള് മാറാനോ മാറ്റാനോ ഒന്നും സാധിക്കില്ല. ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒന്നത് ഒരു കാര്യമില്ലാതെ പെട്ടെന്നൊരു സമയം കല്യാണമാണെന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അത് ഭയങ്കര ഷോക്കിംഗ് അല്ലേ. അങ്ങനെ ആയിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ കൂടുതലായിട്ട് എന്ത് പറയാനാണ്, പുള്ളിക്കാരി തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനകത്തുനിന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനായിട്ട് ഇനി ഇത് പറഞ്ഞായിരുന്നതിൻ്റെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുള്ളി ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ എല്ലാം വിറ്റ് പറക്കി പോവുകയാണ്, എല്ലാം ക്ലിയർ ചെയ്ത് പോവുകയാണ്, തിരിച്ച് ഗൾഫിലോട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്കിന് പുള്ളി പെട്ടു. അതായത് ഇത്രയും നാൾ നോക്കിക്കൊണ്ടിരുന്നത് സലഹ പുള്ളിക്കാരിയല്ലേ. ഇത് പുള്ളിക്കാരിനെ പോലും പുള്ളിക്കാരിയുടെ ചിലവ് കഴിയുമ്പോൾ പോലും പുള്ളിക്കാരിനെ പെടുത്തുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. അതിനുശേഷം ഇതേ സലഹ തന്നെ ആ ലേഡി അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ട് ഫിസിക്കൽ കണ്ടീഷൻ പോലും അത്ര ഓക്കെ അല്ലാഞ്ഞിട്ട് കൂടി പുള്ളിക്കാരി അത്ര സ്ട്രഗിൾ ചെയ്തിട്ട് അതെല്ലാം തിരിച്ചു പിടിച്ച് ആ ഒരു ലൈഫ് ബാക്ക് ടു ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ കൊണ്ടുവന്നു. അതിൻ്റെ ഇടയ്ക്കും നമുക്ക് അങ്ങനെയല്ലേ ഇങ്ങനെ ചെയ്താലോ എന്ന് വരെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണിത്. ഫിനാൻഷ്യലി കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാതെ ചെയ്തു. അപ്പോ എന്റെ ഈ കാൽക്കുലേഷൻ എല്ലാം താളത്തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതായത് ഫാമിലി തന്നെ ഡിസ്പ്യൂട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു വർഷം ആവാൻ പോകും. 1.5 വർഷമായിട്ട്. ഇത് ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം നെക്സ്റ്റ് മന്ത് എന്റെ എന്റെ അത്ത എന്ന് പറഞ്ഞ ഫാദർ മരിച്ച സമയം. അപ്പൊ എന്റെ അത്ത മരിക്കുന്നതിനെ തൊട്ടുമ്പോ ഞങ്ങളുടെ കുറെ ഫാമിലി ഇഷ്യൂസിലൂടെ കടന്നുപോയി. ആ ഒരു സമയത്താണ് എന്റെ അത്ത മരിച്ചു വന്നത്.
അപ്പൊ ആ ഒരു ഓർമ്മയും. അപ്പൊ ഇതിനൊക്കെ മെയിൻ കാരണം ഫിനാൻഷ്യലി വന്ന ഈ പ്രോബ്ലംസ് എല്ലാം ഞാൻ ഓരോന്നായിട്ട് ഫിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാനെന്ന് മാത്രം പറയുന്നില്ല, ആള് എന്താ പറയുക ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തു. കാരണം എല്ലാവർക്കും എല്ലാ കഴിവുകളും കുറച്ചും കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അത് നമ്മൾ അംഗീകരിച്ചിട്ട് വേണ്ടേ ജീവിക്കാൻ. ആ സമയത്ത് എന്നോട് പറയാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു, അത് കണ്ടുപിടിക്കപ്പെട്ടു. അങ്ങനെ വേറെ നല്ല ഫിനാൻഷ്യലി ഉള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അതെനിക്ക് വല്ലാതൊരു ഹോണ്ടായിരുന്നു. ഓക്കെ, അത് നമ്മൾ റെഡിയാക്കാൻ വിചാരിച്ച് പോകുന്ന സമയത്തും അത് വീണ്ടും അതിലേക്ക് തന്നെ പോകുമ്പോൾ എല്ലാവർക്കും ഉള്ള പേടി 5 മക്കളാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു താഴ്പഴം വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് കൈനീട്ടി തരും. അങ്ങനെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ജീവിക്കേണ്ട. നമ്മൾ എപ്പോഴും അങ്ങോട്ട് കൊടുത്ത് ശീലിച്ച ആൾക്കാരാണ്. അപ്പോൾ ആളുടെ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം ഈ നമ്മളിപ്പോ വിലവെക്കുന്ന ആൾക്കാർ വരെ എന്ത് കണ്ടിട്ട് വിലവെക്കുന്നത്. നമ്മുടെ സ്വഭാവം കൊണ്ട് കുറെ പഴയതൊന്നുമല്ല. ഫസ്റ്റ് അപ്പിയറൻസ് അവര് നമ്മളോട് ഒന്നും വേണ്ട, നമ്മൾ ആരോടെങ്കിലും പോയി പൈസ ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാം അതോട് കഴിഞ്ഞു. പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ആയിപ്പോയി. ഇപ്പൊ വീട് പോലും ബാങ്ക് കൊണ്ടുപോകേണ്ട വീടാണ് നമ്മൾ എങ്ങനെയൊക്കെയോ തിരിച്ചു കൊണ്ടുവന്നത്. ഈ മോളെ പ്രഗ്നന്റ് ആയ സമയത്ത് എല്ലാം നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതൊക്കെ ടെൻഷൻ അതായിരുന്നു, എങ്ങനെ ഇനി ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ കുക്ക് ചെയ്യും. കാരണം എന്താ വെച്ചാൽ എനിക്ക് റൗണ്ട് ലിഗ്മെന്റ് പെയിൻ പറഞ്ഞൊരു പെയിൻ വരും. 4-ാം മാസം തൊട്ടിട്ട് പ്രസവവേദന, എക്സാക്ട് പ്രസവവേദന ഒരു 1/2 മണിക്കൂറൊക്കെ നിൽക്കും. ഇവരൊക്കെ ഞാൻ കഴിയുന്നത് ലേബർ റൂമിൽ കഴിയുന്ന പോലെ റൂമിൽ നിന്നൊക്കെ ഇങ്ങനെ തലമുത്തി നിൽക്കുന്ന പോലെ നിന്നിട്ടൊക്കെ എനിക്ക് കഴിച്ചില്ല. എനിക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എങ്ങനെ ഇനി ഈ കുട്ടീനെ ക്യാരി ചെയ്ത് എങ്ങനെ ഇത് കൊണ്ടുപോകും, എല്ലാം തകർന്നു എന്ന് വിചാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡിന് പോലും ഞാൻ വില കൽപ്പിച്ചിട്ട് ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ച് ഇനി അങ്ങോട്ട് എന്റെ മുന്നിലുള്ളത് 9 മാസക്കാലം. ഈ 9 മാസത്തില് 1 മാസം ഞാൻ എത്ര പൈസ ഉണ്ടാക്കണം. കാരണം എന്റെ മുമ്പിൽ എന്റെ ബേബി ഇനി വരാൻ പോകുന്നത് പലിശ ഇല്ലാത്ത ലോൺ ഇല്ലാത്ത വീട്ടിലേക്ക് അയക്കണം എന്നുള്ളത് ഞാൻ ആദ്യം വാക്കൊടുത്തു. എന്റെ പ്രഗ്നൻസി നിങ്ങൾ ആരെയും ബാധിക്കില്ല. വേദന അടുത്ത് ഞാൻ സ്വയം സഹിച്ചോണ്ട് അതാർക്കും ഇതാക്കാൻ പറ്റില്ല. പക്ഷെ ബേബി ഇല്ലാന്നോ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ജീവൻ ഇല്ലാതാക്കി കൊണ്ട് നമുക്കൊന്നും നേടേണ്ട ആവശ്യമില്ല. സമൂഹത്തിന് മുന്നിൽ കുറെ നാണുകളൊക്കെ വരും. ഓരോരുത്തർ ഈ പത്തി പ്രസവിക്കുന്ന പോലെ അല്ലെങ്കിൽ പത്തി പ്രസവിക്കുന്ന പോലെ. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലല്ലേ നിൽക്കുന്നത്. ഈ പുള്ളിക്കാർ ഇവിടെ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളിലൊന്നും അപ്പുറത്തൊരു സൈഡ് എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം പുള്ളിയുടെ മുന്നിരുന്ന് തന്നെയാണ് പറയുന്നത്. പുള്ളി ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഇതൊക്കെ മൗന സമ്മതം എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളി ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി പറയുന്നതല്ലേ. കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ കസേരയൊക്കെ ചവിട്ടി പൊട്ടിച്ച് അത്രയും വലിയ വിഷയമൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും പുള്ളിക്ക് പറയാമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഉള്ള കാര്യം തന്നെയാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇവരെന്തൊരു ലേഡിയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്തൊരു സ്ത്രീയാണ്. കാര്യം അത്ര റെസ്പെക്റ്റ് ആണ് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇയാളെ സ്വന്തം ഭർത്താവ് ഇങ്ങേരൊരു കിഴങ്ങ വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ ഫിനാൻഷ്യലി അത്രയും മുങ്ങിപ്പോകുന്ന കപ്പൽ പോലെ ആ ഒരു അവസ്ഥ കൊണ്ടുപോയിട്ട് അത് തിരിച്ചു പിടിക്കാൻ പുള്ളിക്കാർ ശ്രമിച്ച് അത് ആ ഒരു ഫിസിക്കൽ കണ്ടീഷനിൽ പോലും പുള്ളിക്കാരി അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ഭയങ്കര റെസ്പെക്റ്റ് ആണ് കേട്ടോ. സീരിയസ്ലി അത് ആ ഒരു 5 മക്കളെ അവരെയൊക്കെ അത്രയും നോക്കുന്നില്ല. ഭയങ്കര അടിപൊളി ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ആ ഒരു സമയത്ത് പോലും പുള്ളി ചെയ്തേക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഓക്കെ, ഇവരുടെ ഈ ഒരു ലോണൊക്കെ അടയ്ക്കാനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിനെപ്പറ്റിയിട്ട് പറയുന്നതൊക്കെ കേട്ട് ബാക്കി പറയാം. ഇഷ്ടപ്പെടാത്ത സ്വഭാവം നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി ചിലപ്പോൾ വരും, നമുക്ക് നോക്കാം. അപ്പൊ വീണ്ടും ലോൺ എടുക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഡീലിംഗ് ഞാനും പഠിച്ചൊന്നും തമ്മില്ല. എനിക്ക് ഏർണിങ്സ് വരുമാനം കറക്റ്റ് ആയി കിട്ടി കഴിഞ്ഞാല് ഞാനിത് അടിക്കാനുള്ള വാക്ക് കൊടുത്തിട്ടുള്ള ആൾക്ക് അപ്പൊ അത് തെറ്റിക്കാൻ പറ്റില്ല, നമ്മളത് അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്ലോസ് ചെയ്തതാണ്. പുള്ളിക്കാരി അന്ന് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അതും നടന്ന് കാര്യങ്ങൾ. എന്നിട്ട് ഇപ്പോഴത്തെ പറയുന്ന കേട്ടില്ല എന്താണ് വൈഫിനെ പറ്റിയിട്ട് നല്ലൊരു അഭിപ്രായം എന്ന് പറയുമ്പോൾ അവളൊക്കെ ഇതെല്ലാം കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ചെയ്തു. എന്നിട്ടും ഇതിന്റെ ഇടയിൽ കൂടെ ഇതൊക്കെ ആ കണ്ടീഷനിൽ കിടന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് പോലും പുള്ളി അതുപോലും വകവെക്കാതെ വേറെ പരിപാടി പിടിക്കാനെ കൊണ്ട് നമുക്ക് അത് ചെയ്താലും ഇത് ചെയ്താലും എന്ന് പറഞ്ഞു പോയി. ചുമ്മാ അല്ല പുള്ളിക്കാരി എൻ്റെ കമന്റ് ബോക്സിൽ ഈ നാസിസ്റ്റം എന്ന് വന്നേക്കുന്ന കമന്റിനൊക്കെ റെസ്പോണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഓക്കെ, അത്രയും പുള്ളിക്കാരി നല്ല രീതിയിൽ സ്ട്രഗിൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഒരു വേറൊരു പണി ഇല്ലാന്ന് പുള്ളി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഒരു പണിക്കും പോത്തില്ല, ഭാര്യയുടെ ചെലവിലാണ് കഴിയുന്നത്. എന്നിട്ട് ഇയാളുടെ ഈ ഭർത്താവിൻ്റെ ഇത് മുഖം ആൾക്കാരുടെ മുന്നിൽ രക്ഷിക്കാനെ കൊണ്ട് വില കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം കഴുത്തിൽ കയ്യിലും കിടക്കുന്ന സ്വർണ്ണം വളയെ ഊരിയിട്ട് അത് അവർക്ക് ഇത് വിറ്റിട്ട് അവർക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഓരോരുത്തരും പോയി കല്യാണത്തിന് അവിടെയൊക്കെ പോയി കൊണ്ട് കൊടുക്കണമല്ലോ. അങ്ങനെ കൊണ്ട് കൊടുക്കുക. എന്നിട്ട് കുടുംബം തന്നെ മറ്റേ വെള്ളത്തിൽ മുങ്ങുന്ന കപ്പൽ പോലൊരു അവസ്ഥയിലോട്ട് ഇയാൾ തന്നെ ഉണ്ടാക്കി അത് വീണ്ടും തിരിച്ചു പിടിക്കാനെ കൊണ്ട് പുള്ളിക്കാർ നോക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വേറെ പരിപാടി ചെയ്താൽ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇയാൾ എന്ത് കിഴങ്ങനാണ്. എന്നിട്ടാണ് തൊട്ടിപ്പുറത്ത് വന്നിട്ട് മാസ് അടിക്കാൻ നിൽക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഉള്ള ഗഫൂർക്ക മാസാണേന്നും പറഞ്ഞുകൊണ്ട് അപ്പുറത്തോടെ വരുന്നത്. എന്തോന്നടേ ഇത്. ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്കാരി കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഇട്ടൊരു വീഡിയോയിൽ പറയുന്ന കാര്യമാണ്, അതായത് ദൈവത്തിന്റെ മുന്നിൽ നമ്മളെ ദ്രോഹിച്ച ഒരാളാണെങ്കിൽ കൂടി പോയിട്ടൊരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അയാളുടെ വാക്ക് കേട്ട് നമ്മളെ കുറ്റപ്പെടുത്തില്ലേ എന്നുള്ളൊരു സങ്കടം പുള്ളിക്കാരി പ്രകടിപ്പിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അങ്ങനൊരു ദൈവത്തിന്റെ കാര്യം ആലോചിച്ച് സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാരണം ആ 5 മക്കളെ നോക്കുന്ന അമ്മ എന്ന നിലയിൽ നിങ്ങളെക്കാൾ വലുതല്ല ഒരു ദൈവവും. ഓക്കെ, അപ്പം
അതിനേക്കാൾ അല്ലെങ്കിൽ ഒന്നാലോചിക്കും ലോകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൺമുന്നിൽ കണ്ടേക്കുന്ന ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത് അമ്മയാണ്. അതിനെക്കാട്ടി ഇപ്പൊ കുറെ കർമ്മം കൊണ്ട് അമ്മ അല്ലാണ്ടായിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവരെ ഒരു സൈഡിൽ മാറ്റി എടുക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ കൺമുന്നിൽ കണ്ടേക്കുന്ന ദൈവം എന്ന് പറയുന്നത് അമ്മയാണ്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര അടിപൊളിയാണ്, ഹ്യൂജ് റെസ്പെക്ട് നിങ്ങൾ അർഹിക്കുന്നുണ്ട്. ഇനിയിപ്പം ഗഫൂർക്ക മറ്റേ മാസ് അടിച്ചുകൊണ്ട് ഇതിന്റെ എന്ത് എക്സ്പ്ലനേഷനാണ് പറയാനുള്ളത് എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇനിയും വേറെ കുറച്ച് ഇന്റർവ്യൂസിലും കുറച്ച് അധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, എല്ലാം കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് വെക്കുന്നില്ല. ഓൾറെഡി എന്തൊക്കെയാണ് ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങളെന്നോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി മുമ്പ് തന്നെ പല ഇന്റർവ്യൂസിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഇതായിട്ട് ഇത് സോഷ്യൽ മീഡിയ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം ഈ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നതുകൊണ്ടാണ്. വൺസ് നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വഴിയിൽ ഇതിനകത്തിൽ അത് ഇത് മറ്റേത് മാങ്ങ കൊടച്ചക്കറ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും പൊങ്ങി വരും. എല്ലാവരും മനസ്സിലാക്കിക്കോ. അപ്പോൾ പബ്ലിക്കിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇതൊക്കെ ഇട്ട് കണ്ടന്റ് ആക്കാമെന്നൊക്കെ ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എത്ര കവറപ്പ് ചെയ്തിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും സംഭവം പണി പാടും. അല്ല പിന്നെ ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞു, എക്സാമ്പിളായിട്ട് കാർത്തിക് സൂര്യനെ പറഞ്ഞു, ഇല്ല ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാതെ ചുറ്റും എന്തും നടന്നോട്ടെ ഒന്നും മൈൻഡ് ചെയ്യാതെ പോകാന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് ഈ റിയാക്ഷൻ വീഡിയോ നമുക്ക് അരിക്കുള്ള കണ്ടന്റ് മാത്രമാണ്. ഇതൊക്കെ പബ്ലിക് കൊണ്ടുപോയിട്ടേക്കുന്നത് അവർ മാത്രം സഫർ ചെയ്യുന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി അങ്ങനെ ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ്. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.